ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദപ്പൊടി വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 500 മൈദ ഉണ്ടാവും. അതുപോലെ വറ്റി ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ട് അരച്ചങ്ങാണ്ട് ഇതും കൂടി കൂട്ടിക്കാണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇത് കുഴച്ചെടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല രുചി ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. പൊടിയെല്ലാം കുഴച്ച് ഇനി ലേശം എണ്ണ തടവിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. എന്നാലാണ് ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൊടി കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറിലേറെയായി. ഇനി ഇത് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ബോളാക്കി വെക്കാം കേട്ടോ. ഇതാ ഈ പരുവത്തിൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഈ പരുവത്തിൽ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തി കാണിക്കാം കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറയുള്ളൂ, ഫസ്റ്റ് പറയില്ല. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടാവൂല എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇത് ഉണ്ടാക്കി ഇതിൻ്റെ പേര് അറിയണമല്ലുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇത് ഞാൻ എന്താ പറയുക, ഈ മിൽമൻ്റെ നെയ്യാണ് കേട്ടോ ഇതിൽ തടവി കൊടുക്കുന്നത്. ചെറുതായിട്ടിങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിന്നെ മല്ലിച്ചപ്പ് ഇതിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മൈദപ്പൊടി മേലെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ പരുവത്തിൽ ബോളാക്കി എടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ബോളാക്കി എടുത്തിട്ട് വരാട്ടോ. ഇതാ ഈ പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ അതിലിട്ട മല്ലിച്ചപ്പ് കണ്ട തെളിഞ്ഞ് കാണുന്നുണ്ടല്ലേ. ഇങ്ങനെ പരത്തിയെടുത്ത് ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി. ഇനി നമ്മൾ പരത്തി വെച്ച ഈ പച്ചരി അതിലിട്ടൊന്ന് ചുട്ടെടുക്കുക.
ഈ നമ്മൾ ഇത് ചുടുമ്പോൾ പെട്ടെന്ന് മറിച്ചിടണം കേട്ടോ. എന്താ പറയുക, നെരിയാൻ ഒരു ഭാഗം നെരിഞ്ഞ് ഒരു ഭാഗം നെരിയ അങ്ങനെ ആവരുത്. പെട്ടെന്ന് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ പേര് പറയാലോ അല്ലേ, മടക്കി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഉള്ളിൽ ഒരുപാട് അറകളുള്ള, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി മടക്കി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മടക്കി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എന്താ പറയുക, 3-4 ലെയറായിട്ട് ഉള്ളിലുണ്ടാവും. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അതുപോലെ അതിലേറെ ടേസ്റ്റും ഉണ്ട്. ഒരു 4 ലെയറായിട്ടൊക്കെ ഉണ്ട്. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ, കൈയൊക്കെ പൊള്ളുണ്ട്. 4 ലെയറായിട്ട് ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ മിൽമ നെയ്യും ഒക്കെ ചേർത്തതുകൊണ്ട് ഇത് അധികം ഒരു ടേസ്റ്റുമാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതണ്ട 4 ലെയറുണ്ട്. 1 2 3 നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് തൊടാൻ പറ്റാത്തത്. എന്നാൽ ശരി, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.